ഹായ്, അപ്പോൾ ഇന്നൊരു ഇൻഫോർമേഷൻ വീഡിയോ ആണ്. ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ മൂന്നാർ വട്ടവടയ്ക്ക് പോയതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് കണ്ടതിന് ശേഷം എന്നോട് പേഴ്സണലി അറിയാവുന്നവരും അറിയാത്ത കുറച്ച് പേരും പേഴ്സണലി നമുക്ക് മെസ്സേജ് വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ട്രിപ്പ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, റേറ്റ് എത്രയാണ്, കംഫർട്ടബിൾ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. KSRTC ആയതുകൊണ്ട് പലർക്കും ഡൗട്ട് ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ ഞാൻ മുമ്പേ കണ്ടിട്ടുണ്ട്, കാരണം അവരുടെ യാത്രകൾ പല സ്ഥലത്തേക്കും റീൽസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് കംഫർട്ടബിൾ ആണോ എന്ന് നമുക്ക് പേഴ്സണലി അറിയാത്തതാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ മന്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. മൂന്നാർ വട്ടവടയ്ക്കാണ് നമ്മൾ പോയത്. ഗൈസ്, ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളി ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മൾ KSRTC ആയതുകൊണ്ട് നമ്മൾ പറയും, അയ്യോ എങ്ങനെ ബസ്സിൽ പോവുക, അടിപൊളിയായിരിക്കുമോ, എങ്ങനെയാണ് റീൽസ് കാണുന്ന പോലെ ആയിരിക്കുമോ എന്നൊക്കെ. പക്ഷേ അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ട്രിപ്പുകൾ പോകാൻ ആഗ്രഹിക്കുന്നവർ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ട്രിപ്പുകൾ പോകാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഗൈസ്, ഒരു തവണയാണ് നമ്മൾ ഫാമിലീനെ വിട്ടിട്ട് നമ്മൾ ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ പോയി നോക്കുക. കാരണം അന്നത്തെ ആ ട്രിപ്പിൽ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ മൊത്തം ആയിരിക്കുള്ളൂ. കാരണം നമുക്ക് യാതൊരു പരിചയം അങ്ങനെയുള്ളവരായിരിക്കും നമ്മുടെ ട്രിപ്പിൽ വരുന്നത്. അപ്പോൾ അവരുമായിട്ട് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും, പുതിയ പുതിയ ആൾക്കാരെ കാണാൻ പറ്റും. ഞാൻ ട്രിപ്പ് പോകുന്ന പറഞ്ഞാൽ എനിക്ക് ഫിസിക്കലി മെൻ്റലി സ്ട്രോങ് ആവാനും കുറച്ചും കൂടി റിലാക്സ് ആവാനാണ് ഞാൻ ട്രിപ്പ് പോകുന്നത്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് തന്നെ. അപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ഒറ്റയ്ക്ക് പോകുന്നുണ്ടാവും, സോളോ ട്രിപ്സ് ആഗ്രഹിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ പോകുന്നവരൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റി വെച്ച് ഒറ്റ തവണ നിങ്ങൾ ഈ ട്രിപ്പ് ഒന്ന് പോയി നോക്ക് ഗൈസ്. അടിപൊളിയാണ്. കാരണം ഇത് കുറേ പേർക്ക് അറിയാത്തവരുണ്ട്, എനിക്ക് തോന്നി കുറേ പേര് അറിയാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ആവട്ടെ എന്ന് എഴുതി. മിക്കവർക്ക് അറിയാൻ പറ്റും, പക്ഷേ പേഴ്സണലി ഒരാൾ പോയിട്ട് അതിൻ്റെ റിവ്യൂ ആരും ഇട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനായിട്ട് റിവ്യൂ ഇടാമെന്ന് എഴുതിയത്. കാരണം അതുപോലെ നമുക്ക് ട്രസ്റ്റബിൾ ആണ്, കംഫർട്ടബിൾ ആണ്, ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. നമ്മുടെ ഏരിയ ഏതാണോ, നമ്മുടെ KSRTC സ്റ്റാൻഡ് ഏതാണോ അവിടെ പോയിട്ട് നമുക്ക് അവിടെ നമ്പർ പോയി നമുക്ക് ചോദിച്ച് അവിടെ ബുക്ക് ചെയ്യാവുന്നതാണ്. എന്നൊക്കെയാണ് മാസത്തിൽ നമ്മൾ പോകുന്നുണ്ട്, ട്രിപ്സ് വീക്കിലി പോകുന്നുണ്ട്. അത് ആൾക്കാർ ആയാലാണ് ട്രിപ്സ് പോവുള്ളൂ. അപ്പോൾ ഫോൺ നമ്പർ ചോദിച്ച് നമ്മൾ ബുക്ക് ചെയ്യണം. നമ്മളിപ്പോൾ നമ്മുടെ ഏരിയയിൽ കൂടെയാണ് വണ്ടി പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അവർ നമ്മളെ പിക്ക് ചെയ്യും. അല്ല നമ്മുടെ ഏരിയ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാൻഡിൽ പോയി കയറേണ്ടി വരും. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ കാര്യം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ചില ട്രിപ്പിൽ നമുക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ തരും. ചിലതിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് മാത്രമേ തരുള്ളൂ. അപ്പോൾ ഈ ഫുഡ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി വൈസായാലും ക്വാണ്ടിറ്റി വൈസായാലും അടിപൊളിയാണ്. ഇപ്പം നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ വിചാരിക്കും വേറെ സ്ഥലത്താണല്ലോ, അപ്പോൾ നമുക്ക് ഫുഡ് അടിപൊളിയായിരിക്കുമോ, നല്ലതാണോ, ക്വാളിറ്റി ഉണ്ടാവും, ക്വാണ്ടിറ്റി ഉണ്ടാവും, അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് പറയുകയാണെങ്കിൽ അടിപൊളി. എന്താ പറയുക, നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ലേ. ഞാൻ ഇത്രയും ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത് എന്തോരം ഉണ്ടാവുമെന്ന് ചിന്തിച്ചോളൂ.